મંત્ર જો હું ક્યાંક બાર ગમલો જાઉં ને એને આખું આખું તો તારે તોફાન કરવાનું નહીં, એટલે મમ્મીનું ધ્યાન રાખવાનું. બરાબર? પછી તાર મમ્મી કહે ને એમ બધું કરવાનું. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഒരു വേദന വന്നോ? എൻ്റെ മനസ്സ് വല്ലാണ്ടൊന്ന് വേദനിച്ചു പോയൊരു നിമിഷം. ക്യാൻസർ പേഷ്യൻ്റായ ഒരു പിതാവ് തൻ്റെ മകനെ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, ഏത് സമയവും ഈ അച്ഛൻ മോനിൽ നിന്ന് വേർപിരിയാം. ഈ അച്ഛൻ വേർപെട്ട് കഴിയുമ്പോൾ എൻ്റെ മകൻ അമ്മ പറയുന്നതൊന്നും അനുസരിക്കാതെ ജീവിക്കരുത്, അമ്മ പറയുന്നതൊക്കെ കേൾക്കണം, പെങ്ങളെയൊക്കെ നല്ലപോലെ നോക്കണം, നല്ല സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് സങ്കടം വരാത്ത രീതിയിൽ മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു വല്ലാണ്ട് വിലപിക്കുകയാണ് ഈ മനുഷ്യൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മരണത്തോട് മല്ലടിക്കുന്ന അവസാന നിമിഷത്തിലും ഈ പിതാവിന് ആവശ്യമായി വന്നത് ഒരുപാട് പണമൊന്നുമല്ല, തൻ്റെ മകൻ്റെ സാമീപ്യമാണ്. ആ പിതാവിൻ്റെ വാക്കുകളെ ഒന്ന് കേൾക്കാൻ, ഒന്ന് ചേർന്നിരിക്കാൻ തൻ്റെ മകൻ അടുത്തുണ്ട് എന്നൊരു വലിയ സമാധാനം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്തു വെച്ച ഒരുപറ്റം മക്കളുടെ ഉള്ളുപിടയുന്ന ഒരു വീഡിയോയും ഞാൻ നിങ്ങളും കാണുകയാണ്. ഇവരൊക്കെ മനുഷ്യരാണോടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അധ്യാപികയാണ് പോലും, അധ്യാപിക. അവസാനം ഈ പിതാവ് വേർപെട്ട വിവരം അറിയിക്കുമ്പോൾ ആ അന്ത്യകർമ്മത്തിന് പോലും ഒന്ന് വന്ന് ആ പിതാവിൻ്റെ മുഖം കാണണമെന്ന് പോലും സഹോദരി നിങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ. പണം അയച്ചു കൊടുക്കുകയാണ്. ആർക്കാണ് സഹോദരി നിങ്ങളുടെ പണം വേണ്ടത്? ആ പിതാവ് ഒരിക്കലും നിങ്ങളുടെ പണം ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ മകളൊന്ന് അടുത്തു വന്നിരിക്കണം, എന്നോടൊന്ന് ചേർന്നിരിക്കണം, ഞാൻ പറയുന്നത് രണ്ട് ശ്രവണപുടങ്ങളും കൊണ്ടൊന്ന് കേൾക്കണം, ഇതൊക്കെയാണ് ഏതൊരു പിതാവും മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം മക്കളൊക്കെ ഇന്ന് പൊതുസമൂഹത്തിൽ കടന്നു വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ വളർത്തുന്ന ഓരോ മാതാപിതാക്കളും നമ്മൾ സഹിക്കുന്ന ത്യാഗങ്ങൾ ഇവരെയൊക്കെ ഒന്ന് അറിയിക്കണം. പലപ്പോഴും ഇത് അറിയിക്കാതെ പോകുമ്പോഴാണ് അവസാനം ഇങ്ങനെ ഓരോ രംഗങ്ങൾ ഇന്ന് നമ്മൾക്കൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇത്തരം മനുഷ്യത്വം മരവിച്ച മനുഷ്യർ നമ്മളിൽ നിന്നും അകന്നു പോകട്ടെ. മാതാപിതാക്കളുടെ വിലയറിയുന്ന മക്കൾ നമ്മളുടെ സമുദായത്തിൽ വളർന്നു വരട്ടെ എന്ന് അവസാനമായി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.